പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങളും വിവിധ കോണുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെയും അദ്ദേഹത്തിൻ്റെ പല നീക്കങ്ങളും വ്യാപകമായ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. ഇപ്പോൾ എന്തായാലും ധ്യാനം ഇന്ന് അവസാനിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഉച്ചയോടെ കന്യാകുമാരിയിൽ നിന്നും ധ്യാനം അവസാനിപ്പിച്ച് വാരണാസിയിലേക്ക് മടങ്ങും. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയുള്ള ധ്യാനത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ രൂക്ഷ വിമർശനവും തുടരുകയാണ്. വിവരങ്ങളുമായി മാനസ ചേരുന്നുണ്ട്. മാനസ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും കന്യാകുമാരിയിൽ ധ്യാനം തുടരുകയാണ്. ഇന്നത് അവസാനിക്കുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹം മടങ്ങുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പലതരത്തിൽ ഉള്ള കാര്യങ്ങളും വിമർശനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ വരുന്നുമുണ്ട്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഈ ധ്യാനം എത്ര മണിയോടെ അവസാനിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ 30-നാണ് കന്യാകുമാരിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുടങ്ങിയത്. അന്ന് മുതൽ തന്നെ, അല്ലെങ്കിൽ ആ ധ്യാന വിവരം അറിഞ്ഞത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉണ്ടായത്. മോദി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തുന്നത് തികച്ചും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ്, അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം പറ്റാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മറ്റൊരു നാടകമാണ്, രാഷ്ട്രീയ നാടകമാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയാണ് വന്നത്. മാത്രമല്ല, ഈ പ്രധാനമന്ത്രിയുടെ ഈ ധ്യാനം എന്ന് പറയുന്നത് വിവേകാനന്ദ പാറയിലിരുന്ന് ധ്യാനം നടത്തുന്നതിനിടെ മാധ്യമങ്ങൾക്ക് വിലക്കില്ല എങ്കിൽ കൂടിയും പ്രധാനമന്ത്രിയുടെ കൂടെ 7ഉം 9ഉം ക്യാമറകൾ അടങ്ങുന്ന ടീം അടങ്ങുന്നതാണ് പ്രധാനമന്ത്രിക്കൊപ്പമുള്ളത്. മാത്രമല്ല, ഈ ധ്യാനം ഇരിക്കുന്നതിനിടയിൽ തന്നെ വിവിധ ആംഗിളുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ പുറത്തുവിടുക, ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളൊക്കെയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം ഉണ്ടാകുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഈ നിശബ്ദ പ്രചരണങ്ങളൊക്കെയും കഴിഞ്ഞു. അതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രഹസനങ്ങൾ എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു പ്രഹസനം നടത്തിയത് കൊണ്ട് എന്താണ് ഇതിൽ കൂടെ ലക്ഷ്യമിടുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഉന്നയിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല. ഒപ്പം തന്നെ ഇതിനു മുന്നേ, ഈ ഒരു ധ്യാനം എന്ന നാടകത്തിന് മുന്നേ തന്നെ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു ന്യൂനപക്ഷത്തെയൊക്കെയും വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളായിരുന്നു. ഒരു മതവിശ്വാസം മാത്രം മുൻനിർത്തിയുള്ള കുറേ പ്രസംഗങ്ങൾ, അതിന് പിന്നാലെ ഇത്തരത്തിൽ ഒരു ധ്യാനം എന്ന നാടകം, ഇതൊക്കെയും ഈ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ BJPയുടെ ഒരു തന്ത്രം എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. ഇതിനെതിരെ ചെറുത്തു നിൽക്കണമെന്നും പറയുന്നുണ്ട്. കാരണം ഈ 30-ാം തീയതി ഈ ധ്യാനം തുടങ്ങുമ്പോൾ തന്നെ തമിഴ്നാട്ടിലും വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നു. DMKയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നു. അതേ പ്രതിഷേധം തന്നെയാണ് ഈ പ്രതിപക്ഷ സംഘടനകളൊക്കെയും നടത്തുന്നത്. ഒപ്പം തന്നെയാണ് ഇന്ന് ഉച്ചയോടെ ഈ ധ്യാനം അവസാനിക്കും. 2 ദിവസത്തെ ധ്യാനമായിരുന്നു. അതിനാണ് കന്യാകുമാരിയിൽ എത്തിയത്. ഉച്ചയോടെ ഈ ധ്യാനം അവസാനിപ്പിച്ച് വാരണാസിയിലേക്ക് മടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. തിരിച്ചും ഈ സേനാ വിഭാഗത്തിന്റെ അകമ്പടിയോടെ തന്നെയായിരിക്കും പ്രധാനമന്ത്രിയുടെ തിരിച്ചുപോക്ക് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. മാത്രമല്ല, ഈ കന്യാകുമാരിയിൽ പ്രധാനമന്ത്രിയുടെ ധ്യാനത്തെ സംബന്ധിച്ച് സഞ്ചാര വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഈ പെട്ടെന്നുള്ള വിലക്ക് കാരണം ഒരുപാട് സഞ്ചാരികൾ എത്തിയതിനെ തുടർന്ന് കന്യാകുമാരിയിൽ ഉൾപ്പെടെ അതിലും ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. സഞ്ചാരികളെ മുൻകൂട്ടി ഇക്കാര്യം അറിയിച്ചില്ല. ഇത് അറിയാതെ ഒരുപാട് വിനോദസഞ്ചാരികൾ പ്രദേശത്ത് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല, ഈ വിവേകാനന്ദ പാറയിലും സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഏറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കുറച്ച് ആൾക്കാരെ കയറ്റിവിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് ഉച്ചയോടെ ഈ ഒരു പ്രഹസന നാടകങ്ങളൊക്കെയും കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങുമെന്ന ആശ്വാസത്തിലാണ് പ്രതിപക്ഷ സംഘടനകളും ഉള്ളത്. എങ്കിൽ കൂടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരെ നിലപാട് അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാത്തതിൽ കടുത്ത വിമർശനവും ഉന്നയിക്കുന്നുണ്ട്.